വെക്കേഷൻ ആണ്, നല്ല തിരക്കായിരുന്നാണല്ലോ. തിരക്കുണ്ടായിരുന്നു, പക്ഷേ മാനേജബിൾ ആയിരുന്നു. ഒരു 10-50 കിലോമീറ്റർ അപ്പുറത്ത് ഒരു നല്ല അടിപൊളി ലൊക്കേഷൻ ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി. ആ സ്ഥലത്തിൻ്റെ പേര് വേവിളാണോ? ഈ സ്ഥലം ഉണ്ടല്ലോ, നല്ല നിരന്ന സ്ഥലമാണ്. മറയൂരാണോ? മറയൂർ വഴിയാണ് പോണത്. ഇതാ ചാവടിക്ക്. മൂന്നാറാണോ ആലോചിക്കുന്നത്? മൂന്നാർ നമ്മൾ 2 ദിവസം താമസിച്ചല്ലേ, ആ സ്ഥലം നമുക്കറിയാം. കാന്തല്ലൂരല്ലേ? കാന്തല്ലൂർ. നല്ല സ്ഥലമല്ലേ? എന്താടാ റെക്കോർഡ് കാണുന്നില്ല. ഇത് വെച്ചെടുത്ത് പോയി നോക്ക്. അല്ല കട്ടിലിൻ്റെ അടിയിലോ മേശയുടെ അടിയിലൊക്കെ പോയി നോക്കടാ. സ്ഥിരവാ. ഇവിടെ ഒരാൾ ഡിമെൻഷ്യയുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്. ആരാണെന്ന് മനസ്സിലായോ? ആ വഴിയുണ്ടോ? ഇതല്ല. പക്ഷെ അവിടെ അന്നേരമാണ് അറിഞ്ഞത് മൂന്നാറിൽ നിന്ന് ഒരു 80 കിലോമീറ്റർ അപ്പുറത്ത്, ഏകദേശം 50 കിലോമീറ്റർ ആണെന്ന് തോന്നുന്നു, നല്ലൊരു സ്ഥലമുണ്ട്. സ്ഥലം ഒരു ദേവിയുടെ നമ്മൾ വേറെ റൂട്ടല്ലേ, നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പം കട്ടപ്പന ആ വഴിയുണ്ടോ? ഇതല്ല. ഈ സ്ഥലം ഉണ്ടല്ലോ, നല്ല നിരന്ന സ്ഥലമാണ്. മറയൂർ വഴിയാണ് പോണത്. ഇതാ ചാവടി. ഡിമെൻഷ്യ ഒരു രോഗമല്ല, രോഗലക്ഷണങ്ങളാണ്. ഡിമെൻഷ്യ ബാധിതർക്കുണ്ടാകുന്ന ഓർമ്മക്കുറവ്, ആശയവിനിമയത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ട്, ഉത്കണ്ഠ, വിഷാദം തുടങ്ങിയ വിഷമതകൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഓർമ്മത്തോണി എന്ന പദ്ധതിയിലൂടെ സംസ്ഥാനത്തെ എല്ലാ ഡിമെൻഷ്യ ബാധിതരെയും കണ്ടെത്തി അനുയോജ്യമായ സേവനങ്ങൾ ലഭ്യമാക്കാൻ സാമൂഹ്യനീതി വകുപ്പും കേരള സാമൂഹ്യ സുരക്ഷാ മിഷനും അവർക്കൊപ്പം തന്നെയുണ്ട്. മറവിയുള്ളവരെ മറക്കാതെ നമുക്കും അവർക്കുള്ള പിന്തുണ ഉറപ്പാക്കാം. തിരിച്ചറിയൂ, കരുതൽ നൽകൂ.